ഇയാളുടെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല പരിചയം തോന്നുന്നുണ്ടാകും. ഇദ്ദേഹത്തെ ഒരിക്കലെങ്കിലും കാണാത്തവർ ഇന്ത്യയിൽ ഉണ്ടാകില്ല. ഇതിനകം തന്നെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇദ്ദേഹത്തിന്റെ പേര് പ്രശസ്തമല്ല. ഇദ്ദേഹത്തിന്റെ മുഖം പക്ഷെ ആർക്കും അപരിചിതവുമല്ല. ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം തന്നെ രാഷ്ട്രപതിയുടെ കൂടെ കാണുന്ന സൈനിക ഉദ്യോഗസ്ഥനാണിത്. ഇദ്ദേഹം ദ്രൗപദി മുർമുവിന്റെ മകനോ കുടുംബ സുഹൃത്തോ ആണെന്ന് പോലും ചിന്തിച്ചിട്ടുള്ളവരുണ്ട്. ശാന്തനും ഔപചാരികശീലനും ആദരണീയനും കുറ്റമറ്റ രീതിയിലുള്ള ഔദ്യോഗികതയുമാണ് അദ്ദേഹത്തിൽ കാണുവാൻ കഴിയുന്നത്. സമൂഹ മാധ്യമത്തിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോകൾ വൈറലാണ്. രാഷ്ട്രപതി പങ്കെടുക്കുന്ന ചടങ്ങുകളെല്ലാം കർശനമായ പ്രോട്ടോകോൾ പാലിച്ചുള്ളതാണ്. ഈ പ്രോട്ടോകോളുകൾക്ക് നടുവിൽ പ്രോട്ടോകോൾ ഇല്ലാത്ത ഒരേ ഒരു വ്യക്തി ഇദ്ദേഹമാണെന്ന് തോന്നിപ്പോകും. രാഷ്ട്രപതിക്കായി ആളുകൾ വഴിയൊരുക്കി മാറി നിൽക്കുമ്പോൾ രാഷ്ട്രപതിക്ക് മുന്നിൽ വഴി തെളിയിക്കുന്നയാളാണിത്. അപ്പോൾ തന്നെ പ്രോട്ടോകോളുകൾ അനുസരിച്ചാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് നോക്കുന്ന ആൾ കൂടിയാണ് ഇദ്ദേഹം. ശരിക്കും ഇദ്ദേഹത്തിന്റെ പേര് എന്താണ്? ഇദ്ദേഹത്തിന്റെ ജന്മദേശം എവിടെയാണ്? അദ്ദേഹം എങ്ങനെ ഈ സ്ഥാനത്ത് എത്തി? തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് പരിശോധിച്ചാലോ. ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഏറ്റവും വലിയ സ്ഥാനമാണ് രാഷ്ട്രപതി. ആ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക ചടങ്ങുകളിൽ പോലും സ്വതന്ത്രമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ ആരാണെങ്കിലും ഒന്ന് അസൂയയോടെ നോക്കി നിന്നു പോകും. മേജർ ഋഷാബ് സിംഗ് സംബിയാൽ. ജമ്മുവിലെ വലിയ സൈനിക പൈതൃകവും സേവന പാരമ്പര്യവുമുള്ള രാജ്പുത് കുടുംബത്തിൽ നിന്നാണ് ഋഷാബ് സിംഗിന്റെ വരവ്. ഇദ്ദേഹത്തിന്റെ ബാല്യകാലവും പഠനകാലയളവും സംബന്ധിച്ച് കൂടുതൽ വിവരം ഇല്ലെങ്കിലും സൈനിക പരിശീലനം ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥരുടെ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായി അച്ചടക്കത്തോടെ മികവോടെയുമാണ് പൂർത്തിയാക്കിയത്. സായുധ സേനയിൽ തന്നെ ഏറ്റവും യോഗ്യമായ പരിശീലനം അടയാളപ്പെടുത്തിയ യാത്രയാണ് മേജർ സംബിയാലിന്റേത്. ഇന്ത്യൻ സായുധ സേനയുടെ പ്രത്യേക സേനാ വിഭാഗമായ അർദ്ധ സൈനിക വിഭാഗത്തിൽ ഓഫീസറായി ഇദ്ദേഹം നിയോഗിക്കപ്പെട്ടു. ഇത് സേനയിൽ തന്നെ ആദരിക്കപ്പെടുന്ന യൂണിറ്റും ഒപ്പം ഏറ്റവും അധികം വെല്ലുവിളികളുമുള്ള യൂണിറ്റാണ്. അർദ്ധ സൈനിക പ്രത്യേക സേനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ കർശനമായ മാനദണ്ഡങ്ങൾ തന്നെയുണ്ട്. മികച്ച ആരോഗ്യനില ഉണ്ടാകണം, ശക്തമായ മനക്കരുത്തുണ്ടാകണം, അസാധാരണ തന്ത്രപരമായ കഴിവുകൾ ഉണ്ടാകണം. ഈ ഒരു ലെവലിലേക്ക് ഏറ്റവും കഴിവുള്ള കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉയരുവാൻ കഴിയുകയുള്ളൂ. 2021 മേജർ സംബിയാൽ ആദ്യമായി ഏറ്റവും അധികം പൊതുജന ശ്രദ്ധ നേടിയത്. 2021 റിപ്പബ്ലിക് ദിന പരേഡിൽ ജാറ്റ് റെജിമെന്റിന്റെ സൈനിക വിഭാഗത്തെ നയിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ടീമിന്റെ കൃത്യതയും അച്ചടക്കവും ശ്രദ്ധ നേടുകയും ബെസ്റ്റ് മാർച്ചിങ് സൈനിക വിഭാഗത്തിനുള്ള ട്രോഫി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൽ നിന്ന് ഇദ്ദേഹം ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ നേതൃത്വ മികവും ഉത്തരവാദിത്വവും സൈനിക വൃത്തങ്ങളിൽ ഏറെ പ്രശംസ നേടിയിരുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ പഴയ കരിയറിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. നിലവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഐഡേ ക്യാമ്പാണ് ഇദ്ദേഹം. വളരെയധികം വിശ്വാസയോഗ്യനും ഉത്തരവാദിത്ത ബോധവും അഭിമാനവുമുള്ള ആളെയാണ് ഈ ഒരു ഐഡേ ക്യാമ്പായി നിയോഗിക്കുന്നത്. സൈനിക രീതി അനുസരിച്ച് ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥരെ മാത്രമേ ഈ ഐഡേ ക്യാമ്പ് അല്ലെങ്കിൽ ADC ആയി നിയമിക്കുകയുള്ളൂ. ഇവരാണ് സായുധ സേനയെയും അവർ പ്രവർത്തിക്കുന്ന ഔദ്യോഗിക VIP ഓഫീസിനെയും ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്നത്. രാഷ്ട്രപതിയുടെ ADC ആയി മേജർ സംബിയാൽ പ്രവർത്തിക്കുമ്പോൾ നിരവധി ജോലികൾ അദ്ദേഹത്തിനുണ്ട്. ഒന്ന് പ്രോട്ടോകോൾ മാനേജ്മെന്റ് ആണ്. ഔദ്യോഗിക ചടങ്ങുകളും പ്രോഗ്രാമുകളും സുഗമമായി നടക്കും എന്ന് ഉറപ്പുവരുത്തണം. 2 സെക്യൂരിറ്റി കോർഡിനേഷൻ. VIP ഒപ്പമുള്ള സുരക്ഷാ സേനയെ ഏകോപിപ്പിക്കുവാൻ ഉള്ള ഉത്തരവാദിത്വം ഉണ്ട്. 3 അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട്. ഭരണനിർവഹണം സംബന്ധമായുള്ള മീറ്റിംഗുകളുടെ ഷെഡ്യൂളുകൾ ക്രമീകരിക്കുവാനും ആശയവിനിമയം നടത്തുവാനും രഹസ്യ വിവരങ്ങൾ കൈമാറാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. 4 സെറിമോണിയൽ റെപ്രസെന്റേഷൻ. ദേശീയ ചടങ്ങുകളിൽ സൈനിക മുഖമായി ഇവർ പ്രത്യക്ഷപ്പെടും. ഇതുകൂടാതെ മറ്റനേകം സുരക്ഷാ സംബന്ധമായ ഉത്തരവാദിത്തങ്ങൾ ഇവർക്കുണ്ട്. എന്നാൽ അതിന് രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പുറത്തറിയില്ല. 2025 മേജർ സംബിയാൽ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആയത്. അത് അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ടോ സംസാരം കൊണ്ടോ അല്ല. എന്നാൽ അദ്ദേഹം ഔദ്യോഗിക ചടങ്ങുകളിൽ നടത്തിയ ഹൃദയസ്പർശിയായ ചെറിയ പ്രവർത്തനങ്ങളാണ് ശ്രദ്ധ നേടുവാൻ കാരണമായി തീർന്നത്. രാഷ്ട്രപതി ഒരു ചടങ്ങിൽ വിതുമ്പിയപ്പോൾ വേഗത തന്നെ ഹാൻഡ് കർച്ചീഫ് നൽകുന്ന രംഗം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. മറ്റൊരിക്കൽ മഴ പെയ്യുന്ന സമയത്ത് വളരെ ആഠ്യതയോടുകൂടെ കുട ചൂടി നൽകുന്നതും, പിന്നെ കേരളത്തിലെത്തിയ സമയത്ത് ശബരിമലയിലെ 18ാം പടി രാഷ്ട്രപതിയുടെ കയ്യിൽ പിടിച്ച് കയറ്റിയതും, അങ്ങനെ നിരവധി വീഡിയോകൾ വൈറലാണ്. ഒരു ഔപചാരികതയ്ക്ക് അപ്പുറം അദ്ദേഹത്തിന്റെ മാനുഷിക മൂല്യങ്ങൾ അടങ്ങിയ പെരുമാറ്റവും ഒപ്പം തികച്ചും കുലീനമായ ഭാവവും ഒക്കെ ആരുടെയും ശ്രദ്ധ ആകർഷിക്കുകയും എല്ലാ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ തന്നെ ഇദ്ദേഹത്തിന്റെ ആരാധകർ നിറഞ്ഞ ഫാൻ പേജുകളുമുണ്ട്. വലിയൊരു ആരാധക വൃന്ദം തന്നെ ഇദ്ദേഹത്തിനുണ്ട്.
മേജർ സംബിയാലിന് സ്വന്തമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ആരാധകർ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമുള്ള ഔദ്യോഗിക ചടങ്ങുകളുടെ ക്ലിപ്പിങ്ങുകൾ പ്രചരിപ്പിക്കുകയും പങ്കുവെക്കുകയും അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിസത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. ചടങ്ങുകളിൽ ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ മസിലുപിടുത്തമില്ലാതെ വളരെ ശാന്തമായി നിൽക്കുകയും രാഷ്ട്രപതി പ്രസംഗിക്കുന്ന സമയത്ത് അരികെ നിൽക്കുകയും രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈമാറ്റം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിരവധി ക്ലിപ്പിങ്ങുകളും വൈറലായിട്ടുണ്ട്. ഒരു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിലല്ല, അദ്ദേഹത്തിന്റെ ബഹുമാനപൂർവ്വം ഉള്ള ലളിതമായ വ്യക്തിത്വമാണ് വീഡിയോകൾ കാണുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ചെറിയ കാര്യങ്ങൾ പോലും വേഗത മനസ്സിലാക്കുവാനും നിമിഷങ്ങൾക്കകം സൊല്യൂഷൻ കണ്ടെത്തി പ്രവർത്തിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ മികവ് മറ്റാരിലും അങ്ങനെ കണ്ടിട്ടില്ല. പല സമൂഹ മാധ്യമ പോസ്റ്റുകളിലും പ്രസിഡന്റ്സ് ഷാഡോ എന്നാണ് ഇദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്നത്. രാഷ്ട്രപതിയുടെ ഐഡേ ക്യാമ്പായി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് ചില്ലറ കാര്യമല്ല. ഒരു സൈനിക ഉദ്യോഗസ്ഥന്റെ ഏറ്റവും അഭിമാനപൂർണമായ അപ്പോയിന്റ്മെന്റ് ആണിത്. നയപരമായും പ്രാവർത്തികമായുമുള്ള കഴിവിലുള്ള ആത്മവിശ്വാസമാണ് അത് പ്രകടമാകുന്നത്. ജനാധിപത്യ നേതൃത്വമായി രാഷ്ട്രപതിയെ സായുധ സേനയുമായി ബന്ധിപ്പിക്കുന്ന ഈ പദവിക്ക് സേനയിൽ തന്നെ മേജർ സംബിയാലിനുള്ള വിശ്വാസ്യതയാണ് കാണാൻ കഴിയുന്നത്. ഇത്തരം ആചാരപരമായ ചടങ്ങുകളിലും നയപരമായ ചടങ്ങുകളിലും സംസ്ഥാനങ്ങളിലെ ചടങ്ങുകളിലും ACD ഉദ്യോഗസ്ഥരാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതും ഇന്ത്യൻ സായുധ സേനയുടെ പ്രൊഫഷണലിസം ലോകത്തിന് മുൻപിൽ കാണിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുടെ ഹൃദയം ഒരു വാക്കുപോലും മൊഴിയാതെ കീഴടക്കിയ മേജർ ഋഷഭ് സിംഗ് സംബിയാലിന്റെ കഥ നിങ്ങൾ ആസ്വദിച്ചു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക.